നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കവേ സംസ്ഥാന കോൺഗ്രസിൽ പുതിയ പ്രതിസന്ധി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന വാർത്തകൾ ശക്തമാകുന്നതിനിടയിലാണ് കടുത്ത വിയോജിപ്പുമായി സഹോദരനും പുതുപ്പള്ളി MLAയുമായ ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി മാത്രം മതിയെന്ന ഉറച്ച നിലപാടിലാണ് അദ്ദേഹം. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മറിയയെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സഹോദരിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താൻ പുതുപ്പള്ളിയിൽ നിന്ന് മാറിക്കൊടുക്കാൻ തയ്യാറാണെന്നാണ് ചാണ്ടി ഉമ്മന്റെ നിലപാട്. ഒരു കുടുംബത്തിൽ നിന്നും രണ്ടുപേർ ഒരേ സമയം ജനവിധി തേടുന്നത് ശരിയല്ലെന്നും അത് ഉമ്മൻചാണ്ടിയുടെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. തന്റെ കടുത്ത അതൃപ്തി നിലവിൽ ഡൽഹിയിലുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരെ ചാണ്ടി ഉമ്മൻ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് ലഭ്യമാകുന്നത് വിവരം. ഇതാദ്യമായല്ല ചാണ്ടി ഉമ്മൻ ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. ഒരു മാസം മുമ്പ് തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ആരംഭിച്ച സമയത്ത് മറിയയുടെ പേര് ഉയർന്നു വന്നപ്പോഴും സമാന നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. നേതൃത്വം വീണ്ടും ചെങ്ങന്നൂരിൽ മറിയയെ സജീവമായി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് സ്വന്തം സിറ്റിംഗ് സീറ്റ് പോലും വിട്ടു നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ച് അദ്ദേഹം നിലപാട് കടുപ്പിച്ചത്. ഇതിന് പിന്നിൽ മറിയയുടെ സ്ഥാനാർത്ഥി നിഷേധിപ്പിക്കലാണ് എന്ന സൂചനകളുണ്ട്. ഇത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നുള്ള രണ്ടുപേർ ഒരേ സമയം തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാകുന്നത് പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്കയും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ചാണ്ടി ഉമ്മന്റെ ഈ അപ്രതീക്ഷിതവും കർശനവുമായ നിലപാട് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ വലിയ ആക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയം UDFനുള്ളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും. ഉമ്മൻചാണ്ടിയുടെ A ഗ്രൂപ്പ് ഇന്ന് പല വഴിക്ക് പിരിഞ്ഞു. ഷാഫി പറമ്പിൽ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കി. ബെന്നി ബെഹനാന് കാര്യമായി ഗ്രൂപ്പിനെ ഒരുമിപ്പിക്കാൻ കഴിയുന്നില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സ്വന്തം നിലയിലാണ് പ്രവർത്തനം. ഇതിനിടെ A ഗ്രൂപ്പിന്റെ മുഖമായി മാറാൻ ചാണ്ടി ഉമ്മൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. എന്നാൽ സഹോദരി കൂടി എത്തുന്നതോടുകൂടി ഉമ്മൻചാണ്ടിയുടെ വികാരം ചാണ്ടി ഉമ്മന് മാത്രമായി അവകാശപ്പെടാൻ കഴിയുന്നുമില്ല. ഇതുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ സമ്മർദ്ദം ചെലുത്തുന്നത് എന്നാണ് സൂചന. അതിനിടെ ചാണ്ടി ഉമ്മൻ മാറിയാൽ മറിയയെ പുതുപ്പള്ളിയിൽ മത്സരിപ്പിക്കാനും ആലോചന സജീവമാണ്. ഈ വാർത്തകളോടൊന്നും മറിയ പ്രതികരിച്ചിട്ടുമില്ല. കുടുംബത്തിലെ ഭിന്നതകൾ പുറത്തേക്ക് വരുന്ന തരത്തിൽ മറിയ പ്രതികരണം നടത്തില്ലെന്നാണ് സൂചന. മാത്രമല്ല, ഇതിനു മുൻപും സമാനമായ രീതിയിൽ, അതായത് ഉമ്മൻചാണ്ടി മരിച്ച ആ വേളയിൽ അദ്ദേഹത്തിന്റെ സീറ്റിൽ ഇനി ആര് മത്സരിക്കുമെന്ന ചോദ്യത്തിന് അച്ചു ഉമ്മനാണെന്നോ മറിയ ഉമ്മനാണോ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനാണെന്ന പേര് വന്നപ്പോൾ തന്നെ അച്ചു മറിയയും ഒരേ സ്വരത്തിൽ പറഞ്ഞത് അപ്പ കഴിഞ്ഞാൽ, അതായത് ഉമ്മൻചാണ്ടി സാർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിലെ ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു നേതാവ് എന്ന് പറയുന്നത് ചാണ്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആരും തന്നെ മത്സരിക്കാൻ ഇറങ്ങുന്നില്ല, ചാണ്ടി തന്നെ ഇറങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ അച്ചു ഉമ്മനും അതുപോലെ തന്നെ മറിയ ഉമ്മനും ഇത്രയും നാളും പ്രതികരിച്ചതും അതേ രീതിയിൽ തന്നെയാണ്. ചാണ്ടി ഉമ്മനും പ്രതികരിച്ചതും അതേ രീതിയിൽ തന്നെയാണ്. എന്തായാലും നിലവിൽ ഒരു പ്രത്യേക വഴിവെട്ടി പോകുന്ന ഒരു ചാണ്ടി ഉമ്മനെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായിരിക്കും ഇനി ഒരു കുടുംബപ്പണക്കമായി മാറാനുള്ള സാധ്യതയുണ്ടോ? അതിൽ എന്ത് തീരുമാനമായിരിക്കും ചാണ്ടി ഉമ്മൻ എടുക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയാം.